നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹാനിയെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് 3 ഇറാൻ സുരക്ഷാ ഏജന്റുമാരെ വിലക്കെടുത്തതായി റിപ്പോർട്ട്. ഹാനിയ താമസിക്കുന്ന കെട്ടിടത്തിലെ 3 മുറികളിൽ ബോംബ് വയ്ക്കാനായിരുന്നു ഇവരെ നിയോഗിച്ചത്. മേയിൽ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഹാനിയെ വധിക്കാനായിരുന്നു ആദ്യ പദ്ധതിയെന്നും അന്തർദേശീയ മാധ്യമമായ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ആൾക്കൂട്ടം കാരണം പദ്ധതി പരാജയപ്പെടുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്മായിൽ ഹാനിയ ഇറാനിൽ എത്തുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന മുറി മനസ്സിലാക്കുന്നു. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള ടെഹ്റാനിലെ നെഷാത്ത് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിലെ ഗസ്റ്റ് ഹൌസിൽ ഹാനിയ താമസിക്കുന്ന മുറി ഇങ്ങനെ കൊലപാതകത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ മുറിയിൽ ബോംബ് സ്ഥാപിക്കാനാണ് ഇറാൻ ഏജന്റുമാർ നിയോഗിക്കപ്പെട്ടത്. മിനിറ്റുകൾ കൊണ്ട് കെട്ടിടത്തിൽ രഹസ്യമായി പ്രവേശിച്ച് ബോംബ് സ്ഥാപിച്ച് പുറത്തുവരുന്നതിന്റെ ദൃശ്യങ്ങളും ലഭിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2 പേരും രാജ്യം വിട്ടതായി സൂചനയുണ്ട്. അൻസർ അൽ മഹ്ദി സുരക്ഷാ യൂണിറ്റിലെ അംഗങ്ങളാണ് ഇവരെന്നാണ് IRGCയിലെ ഒരംഗം ടെലഗ്രാഫിനോട് പറഞ്ഞത്. ടെഹ്റാനിൽ വെച്ച് ഹാനിയെ കൊലപ്പെടുത്തിയ സംഭവം ഇറാന് അപമാനകരമാണെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും IRGC പറയുന്നു. എങ്ങനെ സംഭവിച്ചെന്നത് വലിയ ചോദ്യമാണ്. ഉന്നത തലത്തിൽ ആർക്കും അറിയാത്ത എന്തോ നടന്നിട്ടുണ്ടെന്നും അവർ ആരോപിച്ചു. ഹാനിയയുടെ കൊലപാതകത്തെ ചൊല്ലി IRGCക്കുള്ളിലും വിരുദ്ധാഭിപ്രായങ്ങളുണ്ടെന്നാണ് സൂചന. ടെല്ലവീവിനെ ലക്ഷ്യമാക്കി തിരിച്ചടിക്കാനും ഇവർ പദ്ധതിയിടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ അടക്കം സഹകരണം ഇതിൽ തേടിയേക്കും. ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്മായിൽ ഹാനിയെ മൊസാദ് വധിച്ചത്. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ആദ്യത്തെ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടത്. വലിയ ജനക്കൂട്ടമുള്ളതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. വലിയ ജനത്തിനിടയിൽ ആക്രമണ പദ്ധതി നടപ്പാക്കുന്നത് ബുദ്ധിമുട്ടായതിനാലാണ് പദ്ധതി ഉപേക്ഷിച്ചതെന്നാണ് 2 ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് പിന്നാലെ ഈ പദ്ധതി പരിഷ്കരിക്കുന്നു. ഇറാനിൽ ഇസ്രയേലിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാർ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിൽ 3 മുറികളിലാണ് ബോംബുകൾ സ്ഥാപിച്ചത്. വിശിഷ്ട അതിഥികൾ താമസിക്കുന്ന സ്ഥലമായതിനാലാണ് ഈ ഗസ്റ്റ് ഹൌസ് തന്നെ തിരഞ്ഞെടുത്തത്. മൊസാദിന് ലബനനിലും സിറിയയിലും ഇറാനിലും ഫലസ്തീനിലും അടക്കം നിരവധി രാജ്യങ്ങളിൽ ചാരന്മാരുണ്ട്. ഔദ്യോഗിക രഹസ്യങ്ങളും നേതാക്കളുടെ നീക്കങ്ങളും നിരീക്ഷിച്ച് ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുന്നത് ഇവരാണ്. വിദൂര നിയന്ത്രിത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്മായിൽ ഹാനിയയുടെ മുറിയിൽ സ്ഫോടനം നടത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കൻ ടെഹ്റാനിൽ ഹാനിയ താമസിച്ച കെട്ടിടത്തിൽ ജൂലൈ 30 പുലർച്ചെ 2-നായിരുന്നു ആക്രമണം. സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടു. ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹാനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളുമാണ് കൊല്ലപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിനു ശേഷം സംഘടനയുടെ നേതാക്കളെ വകവരുത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ US സൈനിക വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.